നമസ്കാരം, സുബർ സാറാണ്. പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവരുടെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞ് അവരുടെ അടുത്ത സ്റ്റെപ്പുകൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജയിച്ചവരൊക്കെ ആണെങ്കിൽ അടുത്തൊരു കോഴ്സും നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന സീറ്റും ഒക്കെ തേടി അവർ പോയി. ഇനി ഫെയിലായ ഒത്തിരി കുട്ടികളുണ്ട്. ഈ വർഷം എല്ലാ വർഷങ്ങളിലും ഫെയിലാകുന്നു. ഇപ്പം ഈ വർഷം എനിക്ക് തോന്നുന്നു ഫെയിൽ ആയവരുടെ എണ്ണം ഇത്തിരി കൂടിയിട്ടേ ഉള്ളൂ. ഇനി അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ എക്സാം ഫെയിലായ എക്സാം പാസ്സാവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇന്നൊന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എടുത്തത്. പല കുട്ടികളും വിളിച്ചു ചോദിക്കുന്നുണ്ട്. പലരുടെയും ഡൗട്ട്സുകൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഇങ്ങനെ ആകുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴാണ് എഴുതേണ്ടതെന്നുള്ള കുട്ടികൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാവാത്ത രീതിയും ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമുക്ക് അടുത്ത വർഷം ഇനി എക്സാം ഉള്ളൂ. അടുത്ത വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് ഈ വർഷമാണ്. ഈ 2 വർഷം എന്നുള്ള 2 വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് പലരും മറന്നു പോകുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഈ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബറിൽ പോകത്തില്ലായിരിക്കാം. ഡിസംബർ അല്ലെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാവരും കൊടുക്കണം. ഇത് മിക്ക കുട്ടികളും മറന്നു പോകും. ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ചിലപ്പോൾ മറന്നതിരിക്കും. കാരണം എന്തുകൊണ്ടാ, നമ്മൾ മറ്റുള്ളൊരു കാര്യങ്ങൾക്കും കോഴ്സിനൊക്കെ പോകുമ്പോൾ ഈ കാര്യമൊക്കെ അടുത്ത വർഷം എക്സാം എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങ് വിട്ട് നമ്മൾ പുതിയ കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് പോവാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വർഷമൊക്കെ തുടങ്ങുമ്പോഴാണ് ചിലപ്പോൾ ഓർക്കുന്നത്, അയ്യോ നമുക്കിനി എക്സാം എഴുതാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു, ഫൈൻ അടയ്ക്കേണ്ട സമയം എല്ലാം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും കുട്ടികളെല്ലാം അറിയുന്നത്. എത്ര വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇത് ഓർമ്മയിലിരിക്കാൻ നിങ്ങൾ ഇപ്പോഴേ എന്തെങ്കിലും മൊബൈലേല്, ഞാൻ പറയുന്നത് മൊബൈലേല് ഒന്ന് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു അലാം വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ അലാം വെക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നവംബർ 5-ാം തീയതി 10-ാം തീയതിക്കുള്ളിൽ ഒരു അലാം 1-2 പേരുടെ വെക്കണേ, ഒരാളുടെ അല്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ തിരക്കിലാവുന്നതുകൊണ്ട് കണ്ടറിയത്തില്ല. വലിയ തിരക്കില്ലാത്ത വീട്ടിലെ ഒരാളെ അങ്ങ് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾ തന്നെ അലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരിത് കാണും, നിങ്ങളെ അറിയിക്കാം. അവർക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങളെ പഠിച്ച് ജയിക്കണമെന്ന് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പൊ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവര് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയും. നല്ലൊരു റിംഗ് ടോണൂടെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് നന്നായിട്ട് നിങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പല കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അവസരം നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ പ്ലസ് 2 എഴുതാൻ പറ്റാത്ത ഒരു അവസരം അങ്ങ് പോകും. ചെറിയൊരു കാര്യം ഓർമ്മ ഒന്ന് പോയതിന്റെ കാര്യം. അതുകൊണ്ട് എല്ലാവരും ആദ്യം അത് ചെയ്യണം. 2, ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 2 എക്സാമിലൂടെയാണ് നമ്മൾ എക്സാം ഫീ അടയ്ക്കുന്നത് കേട്ടോ. പ്ലസ് 1 ആൻഡ് പ്ലസ് 2 ഒരുമിച്ചാണ് ഫീസ് അടയ്ക്കുന്നത്. ഈ ഒരുമിച്ച് ഫീസ് അടയ്ക്കുമ്പോൾ തന്നെ സ്കൂളുകാരൻ ചിലപ്പോൾ പറഞ്ഞു വിടുന്നത് 2 കൂടി അങ്ങ് എഴുതിക്കോളാൻ പറയും. അതേ വലിയൊരു കുഴപ്പമാണ്. നമുക്ക് 2 കൂടി എഴുതണമെന്നില്ല. ഈ വർഷം ഇപ്പൊ നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റില് പ്ലസ് 1 ജയിച്ചു, പ്ലസ് 2 മാത്രം തോറ്റു എന്ന് വിചാരിക്കുക. പ്ലസ് 2ന്റെ മാത്രം തോറ്റു, ആ സബ്ജക്റ്റിന്റെ പ്ലസ് 1 ജയിച്ചു, പ്ലസ് 2 മാത്രം അടുത്ത വർഷം എഴുതിയാൽ മതി. ഈ ജയിച്ച പ്ലസ് 1ന്റെ മാർക്ക് അവിടെ കിടപ്പുണ്ട്. പ്ലസ് 2ന്റെയും കൂടെ മാർക്ക് കിട്ടി 2 കൂടി 36 ആവുന്ന പോലെ പ്ലസ് 2ന്റെ മാർക്ക് വാങ്ങിച്ചാൽ മതി. കൃത്യമായിട്ട് അല്ലേ? അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സബ്ജക്റ്റ് ജയിച്ചു. ഇനി നേരെ തിരിച്ച് പ്ലസ് 2 തോറ്റു, പ്ലസ് 1 ജയിച്ചു, അപ്പൊ പ്ലസ് 2 മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. ആദ്യത്തേനുള്ളിൽ ഞാൻ പറയാം പ്ലസ് 1 ജയിച്ചു, പ്ലസ് 2 തോറ്റാണെങ്കിൽ അങ്ങനെ. ഇനി പ്ലസ് 1 തോറ്റു, പ്ലസ് 2 ജയിച്ചെങ്കിൽ പ്ലസ് 1 മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ 2 കൂടി എഴുതണമെന്ന് നിർബന്ധമില്ല. ജയിച്ചതിനെ അവിടെ ഇട്ടിട്ട് തോറ്റ ആ ഇയറിലേത് മാത്രം ആ സബ്ജക്റ്റിന്റെ എഴുതിയാൽ മതി എന്നർത്ഥം. ഓക്കെ, ഇനി 2 കൂടി എഴുതണമെന്നുള്ളവർക്ക് എഴുതാം. എഴുതിയാൽ ഈ പഴയ 2 ആ മാർക്കും നഷ്ടപ്പെട്ടിട്ട് എഴുതാൻ പോകുന്നത് അവർ എടുക്കുള്ളൂ, ആ റീസെന്റ് ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവർ ശ്രദ്ധിച്ചോണം. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ കാര്യം നവംബർ ആകുമ്പോൾ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. എന്നിട്ട് എക്സാമിന് ഫീ ഒക്കെ അടച്ച് കൃത്യമായിട്ട് അതിന് പോവുക, അതിനുവേണ്ടി പഠിക്കുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങളെ ജയിപ്പിക്കുന്ന രീതിയിലുള്ള മാക്സിമം ക്ലാസ്സുകൾ 1 ഇയർ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റും. അതിന്റെ ആ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ജോയിൻ ചെയ്യാൻ നമ്മൾ തന്നുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. എന്തായാലും ജയിച്ചവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് പോകും. തോറ്റവര്
ചിലപ്പോൾ 3 സബ്ജക്റ്റ് ആയിരിക്കും എഴുതിയത്. 2 സബ്ജക്റ്റ് ജയിച്ച് കാണും, 1 സബ്ജക്റ്റ് ജയിച്ച് കാണില്ല. അപ്പൊ +2 വരെ ഫെയിലായി. പക്ഷെ ഈ 2 ജയിച്ച സർട്ടിഫിക്കറ്റ് ഒന്നും പോയി ആരും വാങ്ങത്തില്ല. ഒന്നാമത്തെ കാര്യം, സ്കൂളിൽ പോയി വാങ്ങാനുള്ളൊരു മടിയുണ്ട്. കാരണം അവരറിയുന്നു അവരുടെ മുന്നിൽ ആ ടൈമിലൊന്ന് സ്പെൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ സമയം, അല്ലേ? പക്ഷെ ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് മിസ്സായാലും എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിലും എന്തൊരു പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഫെയിലായെങ്കിലും ആ പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് എപ്പോഴും കയ്യിൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പലരും അത് മറന്നുപോയി, ഇല്ലെങ്കിൽ വാങ്ങാതിരുന്ന് പിന്നീട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെന്ന് വാങ്ങുമ്പോൾ അവിടെ ചിലപ്പോൾ കാണത്തില്ല. ആ പ്രോബ്ലം പിന്നെ ഉണ്ടാക്കാൻ നടക്കണം, വലിയ പാടില്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെ നിങ്ങൾ അതും ഒന്ന് ചെയ്യണം. പിന്നെ ജയിച്ചവരെല്ലാം സർട്ടിഫിക്കറ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് അവർ അടുത്ത കോഴ്സിന് പോകണമെങ്കിൽ അത് വേണമില്ല, അത് എന്തായാലും അവരൊന്ന് വാങ്ങും. തോറ്റവരുടെ കാര്യം മിക്കവരും അങ്ങനെ വാങ്ങാറില്ല. വാങ്ങാതിരുന്ന് ഇങ്ങനെ കിടക്കും, പിന്നെ അത് കിട്ടാതിരിക്കും, പിന്നെ ഇതെല്ലാം വാങ്ങേണ്ട ഒരു അവസ്ഥ വരും, എല്ലാം പ്രോബ്ലം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് വളരെ നന്നായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഒത്തിരി കുട്ടികളുടെ സംശയങ്ങൾക്ക് ഉപരി ഞാൻ ഈ പറഞ്ഞ മറന്നുപോകൽ അവരുടെ ഒരു ജീവിതം തന്നെ ചിലപ്പോൾ മാറി മറിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഒന്ന് അലാം സെറ്റ് ചെയ്ത് വെച്ച് കറക്റ്റ് എല്ലാവരും 1-2 മൊബൈലിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അത് നഷ്ടമായില്ല. നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ പറ്റും. അവിടെ അലാറത്തിന്റെ ഹെഡിങ്ങിൽ എന്തെങ്കിലും വരുമ്പോൾ കാണുമല്ലോ, ഇങ്ങനെ എഴുതിയാൽ മതി, +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം റിമെമ്പറിങ് എന്തെങ്കിലും കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചിരിക്കും. എല്ലാ വേണ്ട കാര്യങ്ങളും നമുക്ക് ഈ ചാനൽ കൂടെ കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഗുഡ് ബൈ.